നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം സഭാപർവം. ശകുനിയുടെ ഉപായം. ശകുനി: രാജാവേ, ദുര്യോധനൻ പറയുന്നതിൽ കാര്യമുണ്ട്. പാണ്ഡവരുടെ വളർച്ച അസൂയാർഹമാണ്. അവരെ ജയിക്കാൻ എളുപ്പമായ ഒരു മാർഗമുണ്ട്. യുധിഷ്ഠിരൻ വലിയ ദ്യൂതപ്രിയനാണ്, അതായത് ചൂതുകളി പ്രിയനാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചാൽ നിരസിക്കുകയില്ല. അദ്ദേഹത്തെ ചൂതുകളിയെ തോൽപ്പിച്ച് അവരുടെ സമ്പത്തൊക്കെ നേടിയെടുക്കാം. ദുര്യോധനൻ: അച്ഛാ, അമ്മാവൻ പറഞ്ഞു കേട്ടില്ലേ? അമ്മാവനെ പോലെ അക്ഷജ്ഞനായ, അതായത് ചൂതുകളിക്കാരൻ ഒരാൾ ഈ ലോകത്തിലില്ല. അമ്മാവൻ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി അവരുടെ സമ്പത്ത് മുഴുവൻ നമുക്ക് നേടിത്തരും. അച്ഛൻ അനുവദിച്ചാലും. ധൃതരാഷ്ട്രർ: വിതുരൻ ബുദ്ധിമാനായ മന്ത്രിയാണ്. അവനുമായി ആലോചിച്ച് ഞാൻ ഒരു തീരുമാനമെടുക്കാം. ദുര്യോധനൻ: വിതുരനുമായി ആലോചിച്ചാൽ നിശ്ചയമായും അദ്ദേഹം അങ്ങയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കും. അച്ഛൻ ചൂതുകളിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായും മരിക്കും. എൻ്റെ മരണശേഷം അച്ഛൻ വിതുരനോടൊപ്പം സുഖമായി വാഴുക. എന്നെ കൊണ്ട് ഇനി അച്ഛൻ എന്താണ് കാര്യം? ദുര്യോധൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അത് അവൻ്റെ മരണത്തിനിടയാക്കിയേക്കുമോ എന്ന് ഭയന്ന് ധൃതരാഷ്ട്രർ മനസ്സില്ലാ മനസ്സോടെ അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ശരി, ഏതായാലും ചൂതുകളിക്ക് ആവശ്യമായ മനോഹരമായൊരു സഭ പണിയിക്കുക. അത് തീർന്നു കഴിയുമ്പോൾ എന്നെ അറിയിക്കണം. യുധിഷ്ഠിരനെ ക്ഷണിക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാം. ധൃതരാഷ്ട്രർ വിതുരനുമായി ഇക്കാര്യം ആലോചിക്കാൻ തീരുമാനിച്ചു. വിതുരർക്ക് ആളയച്ചു. വിതുരർ ജ്യേഷ്ഠന്റെ മുമ്പാകെ എത്തി യുധിഷ്ഠിരനുമായി ചൂതാട്ടം നടത്തുന്നതിനുള്ള ദുര്യോധനന്റെ ആഗ്രഹം അറിയിച്ചു. വിതുരൻ പറഞ്ഞു: ജ്യേഷ്ഠ, ചൂതുകളി മൂലം മക്കൾ തമ്മിൽ ഇടയാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ധൃതരാഷ്ട്രർ: അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. പാണ്ഡവന്മാരോട് ദുര്യോധനാദികൾ ഇടയാൻ ഇടയുണ്ടാകില്ല. ഞാനും നീയും ഭീഷ്മരും ദ്രോണരും മറ്റുമുള്ളപ്പോൾ അവർ തമ്മിൽ ചണ്ട കൂടാൻ ഇടയാവുകയില്ല. വിതുരൻ കൂടുതലൊന്നും പറയാതെ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി. ധൃതരാഷ്ട്രരുടെ കൽപ്പനപ്രകാരം സഭാമന്ദിരത്തിൻ്റെ പണി തുടങ്ങി. അനേകം ശില്പികളുടെ ശ്രമഫലമായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സഭയുടെ പണി പൂർത്തിയായി. ദുര്യോധനൻ ഈ വിവരം ധൃതരാഷ്ട്രനെ അറിയിച്ചിട്ട് യുധിഷ്ഠിരനെ ചൂതാട്ടത്തിന് ക്ഷണിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ധൃതരാഷ്ട്രർ: മകനെ, നമുക്ക് ഈ ചൂതു വേണ്ട. വിതുരൻ അതിനെതിരാണ്. അവൻ മഹാബുദ്ധിമാനും എല്ലാം അറിയുന്നവനുമാണ്. ചൂതു നിമിത്തം പിണക്കമുണ്ടാകും. പിണങ്ങിയാൽ നാടുകേടും. പരിപുഷ്ടമായൊരു രാജ്യം നിന്റെ അധീനതയിലുണ്ടല്ലോ. നീ അതുകൊണ്ട് തൃപ്തിപ്പെടുക. പരദ്രവ്യത്തെ ആഗ്രഹിക്കുന്നത് നന്നല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. ദുര്യോധനൻ: അച്ഛാ, പാണ്ഡവന്മാർ കാരണം ഞാൻ സന്താപിക്കുന്നു. സന്താപം ആര് നൽകുന്നുവോ അവർ ശത്രുക്കളാണ്. ഒരേ കാര്യത്തിൽ താല്പര്യമുള്ളവരാണ് പരസ്പരം ശത്രുക്കൾ, മറ്റാരുമല്ല. ശത്രുപക്ഷം വർദ്ധിക്കുന്നത് കണ്ട് മിണ്ടാതിരുന്നാൽ അത് സമൂലം നശിപ്പിക്കണമെന്നുള്ള രോഗം അവന് പിടിപെടും. എന്നേക്കാൾ എല്ലാ തരത്തിലും വലിയവരായി തീർന്ന പാണ്ഡവന്മാരെ ശത്രുക്കളായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ക്ഷത്രിയൻ്റെ ശക്തി പ്രവർത്തിച്ച് വിജയിക്കുന്നതിലാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് അവൻ്റെ കടമയാണ്. അധർമ്മമോ ധർമ്മമോ എന്നുള്ള ചിന്ത സ്വന്തം കടമ നിർവഹിക്കുന്നതിൽ സ്വീകാര്യമല്ല. ഒരാൾ നേടിയ സമ്പത്ത് മറ്റൊരാൾ അപഹരിച്ചു എന്ന് വരും. രാജ്യധർമ്മം അങ്ങനെയാണ്. പാണ്ഡവന്മാരുടെ സമ്പൽ സമൃദ്ധി എനിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണ് ഉള്ളത്? ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ധൃതരാഷ്ട്രർ: മകനെ, ബലവാന്മാരുമായുള്ള വൈരം നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈരമനോഭാവം മാറ്റുക. നീ ചിന്തിക്കുന്നത് അനർത്ഥമുണ്ടാക്കുന്ന അർത്ഥത്തെയാണ്. അത് തീവ്രമായ കലഹത്തിൻ്റെ മാർഗമാണ്. ദുര്യോധനൻ: അച്ഛാ, പണ്ടുള്ളവരും ചൂതുകളിയിൽ ഏർപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് യുദ്ധവും നാശവും സംഭവിച്ചിട്ടുണ്ടോ? അമ്മാവൻ പറഞ്ഞ കാര്യം അച്ഛൻ കൈക്കൊള്ളുക. അമ്മാവൻ വിതുരനെ പോലെയല്ല. നമുക്ക് ദോഷമുണ്ടാക്കുന്നതൊന്നും അമ്മാവൻ ഉപദേശിക്കുകയില്ല. വിതുരൻ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് ഭാവിക്കുന്നുവെങ്കിലും മനസ്സാലെ പാണ്ഡവരോട് കൂടെയാണ്. അച്ഛൻ യുധിഷ്ഠിരനെ ക്ഷണിക്കുക. ധൃതരാഷ്ട്രർ പിന്നീടൊന്നും ആലോചിച്ചില്ല. മകൻ്റെ ഇംഗിതം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാം ദൈവേച്ഛയാണ് എന്ന് കരുതി ഉടൻ തന്നെ വിതുരനെ വരുത്തി പറഞ്ഞു: രാജപുത്രനായ യുധിഷ്ഠിരനെ എൻ്റെ കൽപ്പന പ്രകാരം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നാം പുതുതായി പണിത സഭ യുധിഷ്ഠിരൻ സഹോദരന്മാരോടുകൂടി വന്ന് കാണട്ടെ. പിന്നെ സൗഹൃദപൂർവ്വം ചൂതുകളിയും നടത്തട്ടെ. രാജകൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനായ വിതുരൻ രാജാവിനോട് പറഞ്ഞു: ഭവാന്റെ ആജ്ഞ അപകടം വരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കുലനാശകരമായി ചൂതുകളി ലോകം മുടിക്കും. ധൃതരാഷ്ട്രർ: ഒരാപത്തും സംഭവിക്കുകയില്ല. എല്ലാം വിധിയുടെ കൽപ്പനയാണ്. ഒന്നും സ്വതന്ത്രമല്ല. എല്ലാം ആ മഹാശക്തിയുടെ ഇഷ്ടം. അതുകൊണ്ട്
നീ ഉടൻ തന്നെ പോയി പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരിക. വിതുരൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. പാണ്ഡവർ തങ്ങളുടെ ഇളയച്ചനെ വാത്സല്യത്തോടെ ഉപചരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രരുടെ സന്ദേശം താഴെ പറയുന്ന വാക്കുകളിൽ വിതുരൻ അറിയിച്ചു. നിന്റെ ഭ്രാതാക്കൾക്ക് ഞാൻ അവിടെ ഒരു സഭ പണിയിച്ചിരിക്കുന്നു. അത് വന്നു കാണുക. ഉണ്ണി, നിങ്ങൾ വന്ന് ഭ്രാതാക്കളോട് ചേർന്ന് സൗഹൃദ ദൂതം ചെയ്ത് രമിക്കുക. നിങ്ങളുമായി ചേരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. യുധിഷ്ഠിരൻ: ചൂതിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ദ്യൂതം യുക്തമാണോ എന്ന് ഇളയച്ചന് തോന്നുന്നുണ്ടോ? വിതുരൻ: ചൂത് അനർത്ഥത്തിൻ്റെ വിത്താണെന്ന് ഞാൻ കരുതുന്നു. അതില്ലാതാക്കാൻ ഞാൻ വളരെ പരിശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. രാജകൽപ്പനയുമായി എന്നെ അയക്കുകയാണ് ഉണ്ടായത്. യുധിഷ്ഠിരൻ: മകന് അച്ഛൻ എന്നും പ്രിയപ്പെട്ടവനാണ്. വല്യച്ഛൻ്റെ ആജ്ഞയെ ഞാൻ ധിക്കരിക്കുകയില്ല. ധാർത്തരാഷ്ട്രന്മാരൊഴികെ മറ്റാരോടും ഞാൻ ചൂത് കളിക്കുകയില്ല. എന്നാൽ ആരെങ്കിലും എന്നെ വെല്ലുവിളിച്ചാൽ ഞാൻ പിന്മാറുകയുമില്ല. അതെൻ്റെ ജീവിതവ്രതമാണ്. പാണ്ഡവർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. ഇനി ചൂത് എന്ന അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.